ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ സുവിശേഷങ്ങളിലെ ഫരിസേരെ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതമെന്ന് പറഞ്ഞ് രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ ദുരിതം എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് സെൻസ് അല്ല. അവരെക്കുറിച്ചുള്ള ഈശോയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സങ്കടത്തിൽ നിന്നാണ് ഈ ദുരിതമർത്ഥം വരുന്ന ഈ പ്രയോഗം ഉണ്ടാകുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് ഫരിസേയരുടെ കാപട്യമാവുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളാൻ. ഈശോ ഏറ്റവും വെറുത്തിരുന്ന ഒരു തിന്മയാണ് കപടത. ഈശോ പറയുന്നുണ്ട് മറച്ചു വെച്ചതെല്ലാം ഒരിക്കലും വെളിച്ചത്ത് വരും. ഇവിടെ ഫരിസേയരും നിയമജ്ഞരും മുഖം മൂടി അണിഞ്ഞ ആളുകളെ പറ്റിക്കുകയും പ്രഹസനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് ഈശോയ്ക്ക് അവരുടെ ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നത്. കപടത എന്നത് ബാഹ്യമായി നല്ലതായി കാണിക്കുകയും അകത്ത് മറ്റൊന്നായിരിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളത്. ഒരു പക്ഷേ പള്ളിയിൽ ഭക്തിയുള്ളവരായിട്ട് കാണപ്പെടാൻ ശ്രമിക്കുമ്പോൾ വീട്ടിലോ ജോലിസ്ഥലത്തോ വ്യത്യസ്തമായിട്ട് പെരുമാറും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പെർഫെക്റ്റായിട്ട് ജീവിതം പ്രദർശിപ്പിക്കുമ്പോൾ യഥാർത്ഥ വേദനകളും പോരായ്മകളും മറച്ചു വയ്ക്കുന്നവരായിരിക്കും. ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാം വെളിപ്പെടുമെന്നല്ലേ. മുഖംമൂടികൾ അണിഞ്ഞ് ഒരുപാട് കാലം ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കുറേ നാൾ കഴിയുമ്പോൾ മുഖംമൂടികൾ പതിയെ മങ്ങി തുടങ്ങുകയും യഥാർത്ഥ മുഖം വെളിപ്പെടുകയും ചെയ്യും. ഈശോ പറയുന്നുണ്ട്, ഇരുട്ടിൽ പറയുന്നത് വെളിച്ചത്തിൽ കേൾക്കപ്പെടും, അടച്ച മുറിയിൽ മന്ത്രിക്കുന്നത് മേൽപ്പുരങ്ങളിൽ പ്രഘോഷിക്കപ്പെടും. ഈ ചിന്ത നമ്മെ സത്യസന്ധതയിലേക്ക് നയിക്കട്ടെ. എല്ലാ ദിവസവും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവസന്നിധിയിൽ തുറന്നാക്കുക. കപടതയുടെ ഭാരം വലിച്ചെറിഞ്ഞ് യഥാർത്ഥ ജീവിതം ആസ്വദിക്കുക. വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആളുകളെയും കാളകളെയും ഒക്കെ ദേവാലയത്തിന്റെ ബലിയർപ്പിച്ചിരുന്ന സമയത്ത് പാവപ്പെട്ടവൻ ദൈവത്തിന് ബലിയായിട്ട് അർപ്പിച്ചിരുന്നതാണ് ഏറ്റവും വില കുറഞ്ഞ പൊലിവുകൾ. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റവും വില കുറഞ്ഞതായി കാണപ്പെട്ടിരുന്ന പൊലിവുകൾ പോലും ദൈവത്തിന് മുമ്പിൽ വലിയ വില മതിക്കുന്നതാണെന്ന സത്യം. ദൈവത്തിന്റെ പരിപാലനം എത്രയും മഹത്വവും സൂക്ഷ്മവുമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ദൈവപരിപാലനെ പറ്റിയാണ്. സത്യസന്ധതയുള്ള, ധൈര്യമുള്ള, പ്രത്യാശപൂർണമായ ജീവിതത്തിലേക്കാണ് ഈ ഒരു സുവിശേഷ ഭാഗം നമ്മെ ക്ഷണിക്കുന്നത്. കപടതയെ വിട്ട് ദൈവഭയത്തിൽ വളരുകയും അവൻ്റെ പരിപാലനത്തിൽ വിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ആദ്യ ഭാഗത്ത് നമ്മൾ ധ്യാനിച്ചതുപോലെ കപടതയുടെ മുഖം മൂടികൾ മുഴുവനായും അഴിച്ചുവെച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ദൈവപരിപാലനയെ പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാനാവൂ. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: ദൈവമേ, എൻ്റെ ഓരോ നിമിഷവും നീ അറിയുന്നു. കപടതയിൽ നിന്നകന്ന് മുഖംമൂടികളില്ലാത്ത ജീവിതം ജീവിക്കാൻ, അതിലൂടെ അങ്ങയുടെ പരിപാലനം പൂർണ്ണമായിട്ട് അറിയാനും വേണ്ടി, അനുഭവിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണം.